നമസ്കാരം. പ്രവാസി ചാനൽ മലയാളി.com ന്യൂസ് സെഗ്മെന്റിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നോർത്ത് അമേരിക്കയുടെ മണ്ണിൽ ആദ്യമായി നാദം കൂട്ടായ്മയുടെ 32 കലാകാരന്മാർ ഇടന്തല, വലന്തല, ഇലത്താളം എന്നിവയുമായി അണിനിരന്ന പഞ്ചാരി മേളത്തിന്റെ അരങ്ങേറ്റം ന്യൂജേഴ്സിയിലെ ഡോലാൻഡ്സ് പെർഫോമിംഗ് ഹാളിൽ വെച്ച് ഇക്കഴിഞ്ഞ ജൂലൈ 19 നിറഞ്ഞ സദസ്സിന്റെയും വിശിഷ്ട വ്യക്തികളുടെയും സാന്നിധ്യത്തിൽ നടത്തപ്പെട്ടു. മേള കലാരത്നം കലാമണ്ഡലം ശ്രീ ശിവദാസിന്റെയും ഡിട്രോയിറ്റ് കലാക്ഷേത്ര ശ്രീ രാജേഷ് നായരുടെയും ശിക്ഷണത്തിലും നേതൃത്വത്തിലുമാണ് വലന്തല, ഇടന്തല, ഇലത്താളം എന്നീ വാദ്യങ്ങളുടെ അതിഗംഭീരമായ അരങ്ങേറ്റം പരമ്പരാഗത പഞ്ചാരി മേളത്തിന്റെ ചിട്ടയിൽ അരങ്ങേറിയത്. പതികാലത്തിൽ തുടങ്ങി 3, 4, 5 കാലങ്ങളിൽ കത്തിക്കയറിയ മേളം തീരുകലാശത്തിൽ അവസാനിക്കുമ്പോൾ കരഘോഷങ്ങളും ആർപ്പുവിളികളും കൊണ്ട് കാണികൾ അകമഴിഞ്ഞു പ്രോത്സാഹിപ്പിച്ചു. പഞ്ചാരി മേളത്തിൽ 3 താളങ്ങളിലുമായി നടന്ന അരങ്ങേറ്റം അമേരിക്കയിൽ തന്നെ ഇതാദ്യമായിരുന്നു. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം മഹാക്ഷേത്രോത്സവ വേദികളിൽ ചെണ്ടയിൽ വിസ്മയം തീർക്കുന്ന കലാമണ്ഡലം ശ്രീ ശിവദാസിന് ഇന്ത്യയിലും വിവിധ വിദേശ രാജ്യങ്ങളിലുമായി ആയിരക്കണക്കിന് ശിഷ്യന്മാരുണ്ട്. വാദ്യകലയുടെ ഉള്ളുതൊട്ടറിഞ്ഞ ഡിട്രോയിറ്റ് കലാക്ഷേത്ര ശ്രീ രാജേഷ് നായർ അമേരിക്കയിൽ കലയോട് വാത്സല്യമുള്ള എല്ലാ പ്രവാസി മലയാളികൾക്കും തന്റെ അറിവ് പകർന്നു നൽകാൻ ശ്രീ ശിവദാസൻ ആശാനോടൊപ്പം തന്നെയുണ്ട്. ന്യൂജേഴ്സിയിലെ പാഴ്സിപ്പനിയിലും പരിസര പ്രദേശത്തു നിന്നുമുള്ള സുഹൃത്തുക്കൾ 1 വർഷത്തിനു മുകളിലായി നടത്തിവന്ന കഠിന ശിക്ഷണത്തിനും ഇടതടവില്ലാത്ത പരിശീലനത്തിനും ഒടുവിൽ നാദം കൂട്ടായ്മ എന്ന പേരിൽ അരങ്ങേറിയപ്പോൾ കണ്ണും കാതും മനസ്സും നിറഞ്ഞ കാണികൾ മുഴക്കിയ കരഘോഷവും ആർപ്പുവിളികളും ഗുരുക്കന്മാർക്ക് സ്വന്തം ശിഷ്യന്മാർ നൽകുന്ന ഗുരുദക്ഷിണയായി. വേൾഡ് യോഗ കമ്മ്യൂണിറ്റിയുടെ ആഗോള അധ്യക്ഷനും സിഇഒയും ആധ്യാത്മിക തലവനുമായ പൂജനീയ ഗുരുജി ശ്രീ ഡോക്ടർ ദിലീപ് കുമാർ തങ്കപ്പനും ഫിലാഡൽഫിയ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ ആദ്യ ദക്ഷിണേന്ത്യൻ സർജന്റും പെൻസിൽവാനിയ ഏഷ്യൻ അമേരിക്കൻ ലോ എൻഫോഴ്സ്മെന്റ് അസോസിയേഷൻ പ്രസിഡന്റുമായ ശ്രീ ബ്ലസൻ മാത്യുവും തങ്ങളുടെ സാന്നിധ്യം കൊണ്ട് മഹനീയമാക്കിയ വേദിയിൽ വെച്ച് ഇരുവരും കലാമണ്ഡലം ശ്രീ ശിവദാസിനെയും ഡിട്രോയിറ്റ് കലാക്ഷേത്ര ശ്രീ രാജേഷ് നായരെയും ആദരിക്കുകയും ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയും ചെയ്തു. തുടർന്ന് കേരളക്കരയാകെ മേള ആസ്വാദകരിൽ ആവേശത്തിരയിലാക്കുന്ന പഞ്ചാരി മേളത്താൽ ആദ്യ പ്രകടനം കാഴ്ചവെക്കാനായി നാദം കലാകാരന്മാരുടെ വരവായിരുന്നു. താലപ്പൊലികളേന്തിയ സ്വന്തം കുഞ്ഞുമക്കളുടെ പ്രാർത്ഥനകൾക്ക് നടുവിലൂടെ കടന്നുവന്ന് ആശാന്മാർക്ക് ദക്ഷിണ നൽകി അവരുടെ അനുഗ്രഹവും ചെണ്ടയും കോലും താളവും സ്വീകരിച്ച് കലാകാരന്മാർ വേദിയിൽ അണിനിരന്നു. ഇടന്തലയിൽ കുമാരി ലക്ഷ്മി പ്രവീൺ, ശിവ പ്രവീൺ, വിഷ്ണു പ്രവീൺ, വിഘ്നേഷ് കരുമത്തിൽ, ബാബുലു ദത്ത്, ജയകൃഷ്ണൻ ബാലകുമാർ, ജയകുമാർ വാരിക്കര, മഹേഷ് എരിഞ്ഞിങ്ങട്ട്, വിശാൽ വിജയൻ, നിർമ്മൽ മുകുന്ദൻ, നിതീഷ് കൃഷ്ണ, പ്രവീൺ ശശി, രാജേഷ് രാജേന്ദ്രൻ, രജിത് കുമാർ ഗോവിന്ദൻ, സൗപർണിക ശബരിത്തിന, സുനിൽ വീട്ടിൽ എന്നിവരും, വലന്തലയിൽ അഭിലാഷ് കൊമ്പത്ത്, അനീഷ് സത്യനാഥൻ, ജയേഷ് കൂനന്റെവിട, മണികണ്ഠൻ ശശിധരൻ, മൃദുല ജയകുമാർ, മുകേഷ് ചെന്താമരാക്ഷൻ, രമ്യ മഹേഷ്, സന്ധ്യ പ്രവീൺ, ശ്രീജിത്ത് മാണിക്കോത്ത് എന്നിവരും, ഇലത്താളത്തിൽ ഇഷാൻ ബിലഹരി മണിപ്പുഴ, സ്മൃതി നായർ, സേതുനാഥ് പറക്കാട്ട്, ശ്യാംശങ്കർ ശിവശങ്കരൻ എന്നിവരും വേദിയിൽ കൊട്ടിക്കയറിയപ്പോൾ ഇതേ ആശാന്മാരുടെ മുതിർന്ന ശിഷ്യന്മാരായ കൃഷ്ണപ്രസാദ് ഇടന്തലയിലും രമേശ് ബാലകൃഷ്ണൻ, സിദ്ധാർത്ഥ് സൂരജ് എന്നിവർ വലന്തലയിലും മിന്നിപ്പടർന്ന അരങ്ങേറ്റത്തിന് മാറ്റുകൂട്ടി. നാദത്തിന്റെ കലാകാരന്മാർക്ക് പിന്തുണയേകിക്കൊണ്ട് ഡിട്രോയിറ്റിൽ നിന്നും എത്തിയ കലാക്ഷേത്ര ശ്രീ രാജേഷ് നായരുടെ സംഘം വലന്തലയും ഇലത്താളവും കൊമ്പും കൊണ്ട് പഞ്ചാരി അതിന്റെ പരിപൂർണതയിലെത്തിച്ചു. നാദം ഗ്രൂപ്പിന്റെ അരങ്ങേറ്റത്തിൽ എത്തിച്ചേർന്ന 450-ൽ പരം കലാപ്രേമികളിൽ ന്യൂജേഴ്സിയിൽ നിന്നും കൂടാതെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള വിവിധ സംഘടനാ നേതാക്കളും പ്രമുഖ നൃത്താധ്യാപകരും കലാമണ്ഡലം ശ്രീ ശിവദാസൻ ആശാന്റെ മുതിർന്ന ശിഷ്യരും മറ്റും ഉൾപ്പെട്ടിരുന്നു. ന്യൂജേഴ്സിയിലും അയൽ സംസ്ഥാനങ്ങളിലും പഞ്ചാരിയുടെ അലയൊലികൾ തീർക്കാൻ നാദം ഗ്രൂപ്പ് കലാമണ്ഡലം ശ്രീ ശിവദാസിന്റെയും ഡിട്രോയിറ്റ് കലാക്ഷേത്ര ശ്രീ രാജേഷ് നായരുടെയും അനുഗ്രഹത്താൽ ഔദ്യോഗികമായി രൂപീകരിച്ചതായി പ്രഖ്യാപിക്കപ്പെട്ടു. നാദം കലാകാരന്മാരുടെ കുടുംബ അംഗങ്ങളും സുഹൃത്തുക്കളും ചേർന്നൊരുക്കിയ അലങ്കാരങ്ങൾ വേദിയിലും പുറത്തും പരിപാടിയുടെ മനോഹാരിത വർദ്ധിപ്പിച്ചു. മേളമരങ്ങേറ്റത്തിന് ശേഷം അമേരിക്കയിലെ വിവിധ വേദികളിൽ തങ്ങളുടെ പ്രകടനം കാഴ്ചവെച്ച മുൻ കേരള സംസ്ഥാന യുവജന സഭ കലാപ്രതിഭ ശ്രീ സാഗർ ശ്രീകണ്ഠൻ നായർ, നാദം കുടുംബാംഗവും മികച്ച നർത്തകിയുമായ ഗീതാഞ്ജലി വിശാലും ചേർന്നൊരുക്കിയ ഭരതനാട്യവും നാദം കുടുംബത്തിലെ കുട്ടികളുടെ വിവിധ നൃത്തപരിപാടികളും വിഭവസമൃദ്ധമായ സദ്യയും മേളത്തിന്റെ കൊഴുപ്പ് ഒന്നുകൂടി വർദ്ധിപ്പിച്ചു.
മേള കലാകാരന്മാരുടെ തന്നെ കുടുംബങ്ങളും സുഹൃത്തുക്കളും തന്നെയാണ് ദിവസങ്ങളായി നടന്ന തയ്യാറെടുപ്പുകൾക്കും അരങ്ങേറ്റ ദിവസത്തെ ക്രമീകരണങ്ങൾക്കും ചുക്കാൻ പിടിച്ചത്. ഡെക്കറേഷൻ, മീഡിയ, ഇവന്റ് മാനേജ്മെന്റ്, പബ്ലിസിറ്റി, ട്രാൻസ്പോർട്ടേഷൻ, ഭക്ഷണം എന്നിങ്ങനെ വിവിധ മേഖലയായി തിരിച്ചു നടത്തിയ പ്രവർത്തനങ്ങൾ അരങ്ങേറ്റത്തെ മറ്റെങ്ങും നടന്നിട്ടില്ലാത്തവണ്ണം ഗംഭീരമാക്കി. നാദം ഗ്രൂപ്പിനു വേണ്ടി ശ്രീ കൃഷ്ണപ്രസാദ് നന്ദി രേഖപ്പെടുത്തിയതോടെ ചടങ്ങുകൾ അവസാനിച്ചു. ന്യൂസ് ഡെസ്ക് ഈ മലയാളി.